ഹലോ. NAS +2 വിദ്യാർത്ഥികളുടെ ഹോം സയൻസിൽ ചാപ്റ്റർ 6 നമ്മൾ പോഷകാഹാര സ്ഥിതിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പോഷകാഹാരത്തിന്റെ കുറവ് മൂലം നമുക്കുണ്ടാകുന്ന മനുഷ്യരിലുണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു അസുഖം എന്ന് പറയുന്നത് PEM എന്ന് പറയുന്നത് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്നാണ് ഈ ഒരു അസുഖത്തിന്റെ പേര് വരുന്നത്. പ്രോട്ടീന്റെയും അതുപോലെ തന്നെ ഊർജത്തിന്റെയും അഭാവം മൂലം മനുഷ്യരിലുണ്ടാകുന്ന ഒരു അസുഖമാണ് ഇത്. മോസ്റ്റ്ലി ഇത് കാണുന്നത് എല്ലാ പ്രായക്കാർക്കും ഈ ഒരു അസുഖം വരാം. ഏജിന്റെ ഒരു ഡിഫറൻസ് ഒന്നും ഈ ഒരു അസുഖത്തിൽ വരുന്നില്ല. പക്ഷെ മോസ്റ്റ്ലി കാണുന്നത് കുട്ടികളിലാണ് ഈ ഒരു അസുഖം കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അസുഖത്തിനെ ഈ ഊർജത്തിന്റെയും അതുപോലെ തന്നെ പ്രോട്ടീന്റെയും ഒക്കെ കുറവ് മൂലം ഉണ്ടാകുന്ന ഈ ഒരു അസുഖത്തിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് മരാസ്മസ്, ഒന്ന് കോഷിയോക്കർ. അപ്പൊ ഈ രണ്ട് അസുഖവും രണ്ട് ടൈപ്പിലാണ് വരുന്നത്. അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. മരാസ്മസ് വരുന്നത് ഈ പ്രോട്ടീന്റെയും ഊർജ്ജക്കുറവ് മൂലമൊക്കെ വരുന്നത് 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് മരാസ്മസ് കാണപ്പെടുന്നത്. മരാസ്മസിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ചുളുങ്ങിയത് അതുപോലെ തന്നെ ഒട്ടിയൊക്കെ സ്കിന്നായിരിക്കും, ത്വക്കായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. ഭയങ്കര വിശപ്പ് അവർക്ക് ഫീൽ ചെയ്യും. ഒട്ടിയ വയറായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, അതാണ് മരാസ്മസ്, 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ കാണപ്പെടുന്ന അസുഖം. അടുത്തതാണ് കോഷിയോർക്കർ. കോഷിയോർക്കറിൽ 1 to 3 വയസ്സിനിടയിലുള്ള കുട്ടികൾക്കാണ് കോഷിയോർക്കർ വരുന്നത്. പ്രോട്ടീന്റെ അഭാവം മൂലമാണ്. ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ വിശപ്പ് കുറവായിരിക്കും, സ്കിന്നിൽ നല്ല തടിപ്പുണ്ടായിരിക്കും, നീർക്കെട്ടുണ്ടായിരിക്കും, കുടവയറുണ്ടായിരിക്കും. ഇതൊക്കെയാണ് കോഷിയോർക്കറിന്റെ ലക്ഷണങ്ങൾ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ അസുഖം എന്ന് പറയുന്നത് PEM ആണ്. ഇത് എല്ലാ പ്രായക്കാർക്കും വരുന്ന ഒരു അസുഖമാണ്. പ്രോട്ടീന്റെയും ഊർജത്തിന്റെയും കുറവ് മൂലമാണ് വരുന്നത്. മോസ്റ്റ്ലി കുട്ടികളിലാണ് കണ്ടുവരുന്നത്. കുട്ടികളിൽ കണ്ടുവരുന്ന 2 ടൈപ്പാണ് മരാസ്മസും അതുപോലെ തന്നെ കോഷിയോർക്കറും. മരാസ്മസ് 1 വയസ്സിന് താഴെയുള്ളവർക്കും അതുപോലെ തന്നെ കോഷിയോർക്കർ 1 to 3 വയസ്സിന് ഇടയിലുള്ള കുട്ടികൾക്കുമാണ് വരുന്നത്. പ്രധാനമായിട്ടും ഇതൊന്ന് പഠിച്ചു വെക്കുക. രണ്ടാമത്തെ ഒരു അസുഖമാണ് വൈറ്റമിൻ A ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. വൈറ്റമിൻ A ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് അതിൽ തന്നെയുണ്ട്. വൈറ്റമിൻ എന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഇത്. നിശാന്തത അല്ലാന്നുണ്ടെങ്കിൽ ഇരുട്ടിൽ നമുക്ക് കാഴ്ചക്കുറവ് അനുഭവപ്പെടില്ല. ഇരുട്ടിൽ കാഴ്ചയില്ലാത്തൊരവസ്ഥയാണ് ഇതിലൂടെ നമുക്ക് വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്. അടുത്തൊരു അസുഖമാണ് അനീമിയ എന്ന് പറയുന്നത്. അനീമിയ എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത് മൂലമാണ് അനീമിയ ഉണ്ടാകുന്നത്. നമ്മുടെ ഇരുമ്പിന്റെ അളവ് കുറയുമ്പോഴാണ് രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ മനുഷ്യന് ഉണ്ടാകുന്ന, ശരീരത്തിൽ ഉണ്ടാകുന്ന ക്ഷീണം, അതുപോലെ തന്നെ വിശപ്പില്ലായ്മ, നമ്മുടെ നഖത്തിലും അതുപോലെ സ്കിന്നിലൊക്കെ കാണപ്പെടുന്ന മാറ്റങ്ങൾ, ഇതൊക്കെയാണ് അനീമിയയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത രോഗം എന്ന് പറയുന്നത് അയഡിൻ ഡെഫിഷ്യൻസി ആണ്. നമുക്കറിയാം അയഡിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണിത്. പല ടൈപ്പ് ഓഫ് രോഗങ്ങൾ ഈ അയഡിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നുണ്ട്. കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ഗോയിറ്റർ, ക്രെറ്റനിസം പോലെയുള്ള അസുഖങ്ങളൊക്കെയാണ് അയഡിന്റെ അഭാവം മൂലം വരുന്നത്. അപ്പോൾ ഈ മുതിർന്ന വ്യക്തികളിൽ അല്ലെങ്കിൽ കൗമാരക്കാരിലൊക്കെ തൊണ്ട ഇങ്ങനെ വീർത്തിരിക്കുന്നത് കാണാൻ പറ്റും. അതാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അതുപോലെ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണവും കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും. തൊലിയൊക്കെ ചുളുങ്ങിയിരിക്കും. തൊലിയിലൊക്കെ പല പല മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. മുതിർന്ന വ്യക്തികളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് മാനസിക വൈകല്യവും കൃത്യമായിട്ട് കേൾക്കാനും ശ്രദ്ധിക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയൊക്കെ ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട്. അയഡിന്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. കുട്ടികളിലാണെന്നും മുതിർന്നവരിലാണെന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ്. പല ടൈപ്പ് ഓഫ് അസുഖങ്ങളാണ് നമുക്ക് അയഡിന്റെ ഡെഫിഷ്യൻസി മൂലം വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട രോഗങ്ങൾ എന്ന് പറയുന്നത്. പോഷകാഹാര കുറവ് മൂലം വരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് PEM എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, പ്രോട്ടീന്റെയും ഊർജത്തിന്റെയും കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. എല്ലാ പ്രായക്കാർക്കും വരും. കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ മരാസ്മസും കോഷിയോർക്കറാണ് വരുന്നത്. പിന്നെ വരുന്നത് അയണിന്റെ അഭാവം മൂലം വരുന്നതാണ്, ഹീമോഗ്ലോബിനിൽ കുറവ് വരുന്നത്. അതാണ് ഒന്ന്. പിന്നെ അയഡിന്റെ അഭാവം മൂലം വരുന്നതുണ്ട്. പിന്നെ അനീമിയ ഞാൻ പറഞ്ഞു. അപ്പോൾ വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പോഷകാഹാരം കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളാണ് നമുക്ക് വരുന്നത്. കറക്റ്റായിട്ട് നമ്മുടെ ഒരു ഡെയിലി മീൽസിൽ നമ്മുടെ എല്ലാ ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻസും അടങ്ങിയിട്ടുള്ള ഒരു മീൽ വേണം നമ്മൾ ഡെയിലി കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ മെനുവിൽ അത്തരത്തിലുള്ള ഫുഡ് വേണം നമ്മൾ ഉൾപ്പെടുത്താനായിട്ട്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് വേണം അറ്റ്ലീസ്റ്റ് എങ്കിലും നമ്മൾ കഴിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കയറിയും ഒന്ന് കുറഞ്ഞും ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പ് ഓഫ് അസുഖങ്ങളാണ് വരുന്നത്. ഓക്കെ.